ഇത് ഏതാ ലോങ്ങൺ ഇത് റെഡ് കളറില്? ഇതാണ് റെഡ് ലോങ്ങൺ, റൂബി ലോങ്ങൺ എന്ന് അറിയാം ആളുകള്. റെഡ് ലോങ്ങൺ എന്ന് പറയും. പക്ഷെ ഈ ലോങ്ങൺ കൊണ്ട് പ്രയോജനം ഒന്നുമില്ല. അതെന്താ? അത് കാരണം വെച്ചാൽ വലിയ കായ് നോക്ക്, അയിമക്ക് നോക്ക്, കായ് വലിയ കായാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവില്ല, ഒന്നുമില്ല. ചെറിയ ഒരു പാടം മാത്രമേ കഴിക്കാൻ കിട്ടുള്ളൂ. അത് ശരി. ഇത് കാണുന്ന പോലെ അത്ര ഒരു സംഭവം വലിയ സംഭവം അല്ല. കാണാൻ വലിയ വലിപ്പമുണ്ട്, നോക്ക്, കാണാൻ നല്ല വലിപ്പമുണ്ട്. അതെ അതെ. പക്ഷെ ഞാൻ പൊടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. ആയിക്കോട്ടെ. ഇതുകൊണ്ട് കാര്യമില്ലെന്നാ പറയണേ. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല. അപ്പൊ ലോങ്ങൺ ഏതാ നല്ലത്? ലോങ്ങൺ ഏറ്റവും നല്ലത് പിന്നെ വൈറ്റ് ലോങ്ങണ്, പിന്നെ 4 സീസൺ, അതൊക്കെയാണ് നല്ലത്. പിന്നെ ഇനി പുതിയ ലോങ്ങണുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് അത് വന്നതിന് ശേഷം കായ്ച്ചു, ഇവിടെ കായ്ക്കാത്തതുണ്ട്, കായ്ക്കണതൊക്കെ ഉണ്ട്. ഇത് പോരാ സാധനം, ഇത് പോരാ. ഇതേതാ ഈ വെറൈറ്റി ലോങ്? ഇത് ലോങ്ങൺ എഡ്വാ എന്ന് പറഞ്ഞ ലോങ്ങനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോങ്ങനാണ്. എഡ്വാ ലോങ്ങൻ പെട്ടെന്ന് കായ്ക്കും. ഇത് നിറയെ കായ്ക്കുവോ? നിറയെ കായ്ക്കുന്നുണ്ട്. നിറയെ കായ്ക്കണാണ്. ശരി. ഇതിപ്പോ ചെറിയ തൈയാണ്. നിലത്ത് നട്ടാൽ കൂടുതലായിട്ടുണ്ടാവും. ഇതേതാ ലോങ്ങൻ? ഇത് കായ്ച്ച് പൂട്ടുണ്ടല്ലോ. അതാണ് 4 സീസൺ ലോങ്ങൻ. ശരി. ഇത് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്? ചെറിയ ചട്ടിയിൽ തന്നെയാണ്. ഒക്കെ ചെറിയ ചട്ടിയില്. ഇതിന് എന്തെങ്കിലും വെള്ള കളർ ആയിട്ടുള്ളത്? വീട് പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതിന്റെ പുട്ടിപ്പൊടിയാണ്. കുഴപ്പമൊന്നുമില്ല, വെള്ളം അടിച്ചാൽ പോകും. ഈ പെയിന്റ് അടിക്ക് വന്നത് അങ്ങനെ അല്ലേ? ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നല്ല, ഇത് പെയിന്റ് ആണ്. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വരുത്തിയാൽ എങ്ങനെയാണ് പോവുകയും ചെയ്യും. അല്ല പോണേ ഇങ്ങനെ വരുത്തിയാ പോണു. ഇതേതാണ് ഈ സപ്പോർട്ടാ? ആണ് തായ് ജംബോ സപ്പോർട്ട എന്ന് പറയും ആളുകള്, കിങ് എന്ന് പറയും, പല പേരും പറയും. വലിയ സപ്പോർട്ടയാണ്, നല്ല മധുരം ഉണ്ട്. വലിയ മരമാണല്ലോ ഇതിലെ. നല്ല മരമാണ്. ഒരു 350 ഗ്രാമോളം തൂക്കം ഉണ്ടാവും. 300 ഗ്രാമൊക്കെ ഉണ്ടാവും. കായക്ക് വലുതായി എന്നാൽ ഇത് ഉണ്ടായി വരണുള്ളൂ. ഇപ്പൊ ഉണ്ടായി വരുന്നുള്ളൂ. തന്നെ അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അവിടെ കായ ഉണ്ടായി, ഇവിടെയൊക്കെ കായ ഉണ്ട്. അതൊക്കെ കൊലായിട്ട് കായ ഉണ്ടായി. ഉണ്ടായി വരുന്നതോ ഇതാ കാണുന്നു. ഇതൊക്കെ തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഇതാണ് അപ്പുറത്തുള്ളത്. ഇതെന്താണ് മോചിനിക്ക? ഒരു വെറൈറ്റി ആണല്ലോ സംഭവം. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇത് ലെമൺ വൈൻ എന്ന് അറിയും. ലെമൺ വൈൻ. അത് നിറച്ച് കാഴ്ച തക്കാളിന്റെ ഉപയോഗത്തിന് നടക്കും. ജ്യൂസ് അടിച്ചാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ജ്യൂസ് അടിച്ചിട്ട് വെള്ളാക്കി കുടിക്കുക. തക്കാളിന്റെ ഉപയോഗം ജ്യൂസ് അടിച്ചിട്ട് പുളിയാണ് ഈ കാരം. അപ്പൊ പഞ്ചസാര ഇടണം. മധുരം ഒന്നും അല്ല അല്ലേ? ചെറുനാരങ്ങന്റെ ടൈപ്പാണ്. അതാണ്. പക്ഷെ തക്കാളിക്ക് വില കൂടുന്ന സമയത്ത് ഇത് 2-3 അതിൽ ഇട്ടാൽ മതി. തക്കാളി ഇടേണ്ട ആവശ്യമില്ല. ജബോട്ടിക്കല്ലേ ഇത്? ജബോട്ടിക്ക വലിയ കായകള് നല്ല നിറഞ്ഞു നിക്കുന്നുണ്ടല്ലോ. ജബോട്ടിക്ക അടിപൊളി. ഇത് പഴുത്തതാണ്? അതൊക്കെ നല്ല കറുത്ത കളറുള്ള ഇതൊക്കെ പഴുത്തല്ലേ? ഞാൻ ഇതൊന്ന് പറിച്ചോട്ടെ. ഈ വലുതെടുക്കാം അല്ലേ? ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ടേസ്റ്റ് നോക്കാമല്ലോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സാധനമാണത്. നമുക്ക് എന്താ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. ഇതെന്തൊരു വെറൈറ്റി കവുങ്ങാണല്ലോ മോചിനിക്ക? അത് ഏതാ സാധനം? ഇതാണ് ഒരു വെറൈറ്റി കവുങ്ങനെയാണ്. നല്ല റേറ്റ് ഉള്ള, നല്ല വില ഉള്ള കവുങ്ങനെയാണ്. ഇരഹള്ളി ഡോർഫ്. കാഴ്ചകൾ കാണാൻ വളരെ ഭംഗിയാണ്. നല്ല റേറ്റും ഉണ്ട്. നല്ല അടക്കിയാണ്. അത്ര നല്ല ഹൈറ്റ് വരും? ഇല്ല, ഒരടി മരം കാട്ടുമ്പോക്കിന് കായ്ക്കും. ഓക്കെ. ഇതേതാ പേരാ? ഇതാണ് തായ് പിങ്ക് പേര. പേരയിൽ വെച്ചിട്ട് നല്ല പേര എന്ന് പറഞ്ഞത് തായ് പിങ്ക് പേരും ജപ്പാൻ പേര്, തായ് 5, തായ് 7 ഒക്കെയാണ്. ഇതാണ് കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ കാഴ്ച തന്നെയാണ്. ഇതൊക്കെ കാഴ്ച തന്നെയാണല്ലേ? ഇതൊക്കെ കായുണ്ടല്ലേ? കായ്. ഇത് നമ്മുടെ വലിയ ബുഷോറഞ്ച് അല്ലത്? നല്ല വലിപ്പമുണ്ടാവും. അത്യാവശ്യം നല്ല നീരൊക്കെ ഉള്ള ബുഷോറഞ്ച്. മധുരം ചേട്ടാ പുളിയന്റെ ആണ് ഈ കാരം. പുളി തന്നെ ആയിരിക്കും. ഇതൊക്കെ പുളിയിൽ പെട്ടതല്ലേ? ഈ കാണുന്നതൊക്കെ അതന്നെ ലൈറ്റോ? ഓറഞ്ച് ഒക്കെ പുളി തന്നെയാണ് ഈ കാരം. എല്ലാം പുളി തന്നെയാണ്. ഈ കാശ് നിക്കണൊക്കെ വേറാപ്പിൾ അല്ലേ? വലിയ വേറാപ്പിള്. അതായത് കുറച്ച് വലിപ്പം ഉണ്ടാവും. പിന്നെ കടയിൽ കിട്ടുന്ന വലിയ വേറാപ്പിള്. കട ഇവിടെ നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടുന്ന സാധനം തന്നെ. കുറച്ച് മധുരം ഉണ്ടാവും. ഇത് നമ്മളെ മൊയ്തീൻ സ്പെഷ്യൽ ചാമ്പ. മൊയ്തീൻ ചാമ്പ എന്നാ ഇതിന്റെ പേര്. ഇത് പൂവിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലേ? ഇതൊക്കെ പൂവിട്ടുള്ള ചാമ്പയാണ്. മൊയ്തീൻ സ്പെഷ്യൽ ചാമ്പ. ഉഷോറഞ്ചിന്റെ ശരിക്കും പഴുത്തെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറിൽ വന്നിട്ടുള്ള ഒരു ഉഷോറഞ്ചാണ്. ഇത് കാണുന്ന പോലെ മധുരം ഒന്നല്ല കേട്ടോ. ഇത് കാണുമ്പോ ഓറഞ്ച് പഴുത്ത പോലെ ഉണ്ട്, പക്ഷെ അത് മധുരം അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പുളി തന്നെയാണ്. നമ്മളെ നാരങ്ങന്റെ ഒക്കെ പുളി തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. കായ്ച്ചു നിൽക്കുന്ന ജബോട്ടിക്കാണിത്. ഇതിലൊക്കെ നല്ല കായ വന്നിട്ടുള്ള ജബോട്ടിക്കായുടെ മരമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ അത് കഴിച്ചതാണ്. അടിപൊളി സാധനമാണിത്.
ഫുൾ കായാണ് നിറയെ കായ്ച്ചിട്ട് ബറാബ കാഴ്ചക്കുന്നുണ്ടല്ലേ? പിന്നെ അത് എടുക്കുമ്പോ നല്ല ഒരാൾ സ്റ്റൈൽ.